എല്ലാവർക്കും ദേവീസ് കറി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു എഗ് മസാല റെസിപ്പിയാണ് കാണിക്കുന്നത്. ഉള്ളിയും തക്കാളിയും ഒന്നും വഴറ്റാതെ നമുക്ക് എങ്ങനെ ഒരു എഗ് മസാല ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എഗ് മസാല ഉണ്ടാക്കാനായി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 സവോള ചെറുതായി അരിഞ്ഞതും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയാണ് വേണ്ടത്. തക്കാളി ഇതുപോലെ 2ആയി മുറിച്ച് വരഞ്ഞു കൊടുത്തിട്ട് വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ. സൈഡ് മുഴുവനും ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇതിൻ്റെ സ്കിൻ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെക്കാം. 1 മിനിറ്റ് സമയം ഞാനിവിടെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഇതാ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ഇതിൻ്റെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്യണം. കാരണം നമുക്കിതിൻ്റെ സ്കിൻ അത്ര നല്ലതല്ല നമ്മുടെ ശരീരത്തിന്. അതുകൊണ്ടാണ് ഞാനിതുപോലെ മാറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഇത് മുഴുവനായും മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി തക്കാളി മാത്രം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ തക്കാളിയും ഉള്ളിയും നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളി ഇത് കയ്യിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ ചിക്കൻ മസാല 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് ഇതിൻ്റെ ആ റോ ഫ്ലെയിം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചിക്കൻ മസാല ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ബിരിയാണിക്കും ഒക്കെ ഇത് ചേർത്ത് കൊടുക്കാറുണ്ട്. മാജിക് ചിക്കൻ മസാല ക്യൂബ് ഇതൊന്ന് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഇനി നമ്മളൊരു ചൂടുവെള്ളം 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നന്നായി 5 മിനിറ്റ് സമയം വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം ഓഫ് ചെയ്ത് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വെച്ചതാണ്. ഇപ്പോൾ ഇതൊക്കെ ഇതുപോലെ 4ആയി മുറിച്ച് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊട്ടറ്റോ ആണ്. ഞാനൊരു വലിയ പൊട്ടറ്റോ ഇതുപോലെ മുറിച്ച് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്കിന്നൊന്ന് മാറ്റിയെടുക്കാം. കഴുകിയിട്ട് സ്കിന്നോട് കൂടി തന്നെ പുഴുങ്ങിയെടുത്തതാണ്. ഇപ്പോൾ ഇനി ഇത് നമ്മൾക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഗ്രേവി പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ ചേർത്ത് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യണം. അത് നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഗീ റൈസിനും ഒപ്പം കഴിക്കാൻ നല്ലൊരു സൈഡ് ഡിഷാണിത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എഗ് മസാല ഇവിടെ റെഡിയായി. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചിക്കൻ ക്യൂബ് ചേർക്കുമ്പോൾ അതിന് ഉപ്പ് ഉണ്ടാവും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.